ഗോവിന്ദസ്വാമിയെ ജയിലിന് പുറത്തേക്ക് എത്തിക്കുകയാണ്. അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അയാളെ പുറത്തേക്ക് എത്തിച്ച് അതീവ സുരക്ഷയുള്ള ഒരു വാഹനത്തിലേക്ക്, പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. ഒരുപാട് പോലീസുകാരുണ്ട്. ഈ നിറയെ സുരക്ഷാ സേനയുണ്ട്. പ്രത്യേക വാഹനത്തിലേക്ക് അയാളെ കയറ്റിയിട്ടുണ്ട്. ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ എത്തിക്കുക. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയതിനൊക്കെ ശേഷം ഇയാളെ തിരികെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ ആ വാഹനം പുറപ്പെട്ടു. ഈ ഗോവിന്ദസ്വാമിയുമായുള്ള വാഹനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് വിയ്യൂരിലേക്ക്. നിഖിലുണ്ട്. നിഖിലെ പറയാം, അങ്ങനെ ഗോവിന്ദസ്വാമിയെ വിയ്യൂരിലേക്ക് മാറ്റിയിരിക്കുന്നു അല്ലേ? വാഹനം പുറപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ചെയ്തു. ആ വാഹനം ഇപ്പോൾ ഗോവിന്ദസ്വാമിയുമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സമയമാണ്. മാത്രമല്ല വലിയ രീതിയിൽ ചർച്ചയായി. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ടായ സുരക്ഷാ വീഴ്ച വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ജയിൽ ചാടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്നു. പിന്നീട് റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന സുരക്ഷാ വീഴ്ചകൾ അത് വലിയ ചർച്ചയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജയിലിനകത്തുണ്ടായിട്ട് പോലും കൃത്യമായി അതിൻ്റെ നിരീക്ഷണം നടന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയായി തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ സെൻട്രൽ ജയിലിൻ്റെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫെൻസിങ് 6 മാസമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥർക്ക് അറിയാത്ത കാര്യമല്ല. പക്ഷേ അത് നന്നാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ വീഴ്ചയായി കാണുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്ന ദിവസം, അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഒരു തരത്തിലുള്ള പരിശോധനകളും സെല്ലുകളിൽ നടന്നില്ല എന്നൊരു കണ്ടെത്തൽ ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണയായി പതിവ് പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ ജയിലിലെ സെല്ലുകളിൽ നടക്കുന്നതാണ്. പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ദിവസം അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഒരു തരത്തിലുള്ള പരിശോധനയും അത്തരത്തിൽ നടന്നില്ല. സെല്ലുകൾ നിരീക്ഷിച്ചില്ല എന്നുള്ളത് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ ആവട്ടെ ഈ 3 ടവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനുൾപ്പെടെയാണ് സസ്പെൻഷനിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നിരവധിയായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വീഴ്ചകളിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നടപടിക്ക് ശുപാർശ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ശുപാർശകൾ ഉണ്ടാകും, നടപടിക്ക് സാധ്യതയുണ്ട് ജയിൽ സൂപ്രണ്ടിനെതിരെ അടക്കം എന്നുള്ളതാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ ഇന്ന്? സേതു, ഇതുവരെ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇന്നലെയാണ് അത് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്വാഭാവികമായ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഈ മിന്നൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇടയ്ക്കിടെ ജയിലിൽ പോകുന്നതാണ്. അതൊരു പതിവായി ജയിലിൽ നടക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ലഹരി വസ്തുക്കൾ പിടിക്കുന്നത്, ഒപ്പം തന്നെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പിടിക്കുന്നത് എല്ലാം കാരണം അങ്ങനെ നിരന്തരം പരിശോധനകൾ നടത്താറുണ്ട്. പക്ഷേ ഈ സെല്ലിൻ്റെ ഈ 10B ഉൾപ്പെടുന്ന ആ ഒരു ബ്ലോക്കിൻ്റെ പ്രത്യേകത, ആ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഒന്ന്, ഈ ഗോവിന്ദസ്വാമി മലമ്പാരി എറിയുന്നത് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് പോകാതിരിക്കാറുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ 10B ബ്ലോക്ക് ഒരു അതീവ സുരക്ഷാ ബ്ലോക്കാണ്. അതുകൊണ്ട് അവിടെ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്ന ഒരു ചിന്താഗതി ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇവർ ആ ഭാഗത്തേക്ക് പലപ്പോഴും പോകാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു വീഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് ഈ പോകാതിരിക്കുന്നെങ്കിൽ തന്നെ അവിടെ CCTV പോലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം കൃത്യമായി അതാത് സമയങ്ങളിൽ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കടമയാണ്. അത് ചെയ്തില്ല. അത് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ ഈ 1:30ക്കും 3:30ക്കും ഇടയിലുള്ള സമയത്ത് അവിടെ എന്താണ് ചെയ്യുന്നത്? മാത്രമല്ല ഇപ്പോൾ ഇന്നലെ തന്നെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, ഇയാൾ ജയിലിനകത്തുകൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്.
ആ ദൃശ്യങ്ങളൊന്നും തന്നെ അതാത് സമയത്ത് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ ജയിൽ ചാട്ടം തടയാമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരം വസ്തുക്കൾ, അതായത് ഈ കമ്പി കട്ട് ചെയ്യാൻ ഉപയോഗിച്ച എക്സോ ബ്ലേഡ്, ഒപ്പം തന്നെ കെട്ടിയിറങ്ങാൻ ഉപയോഗിച്ച തുണികൾ, ഇതെല്ലാം ഈ സെല്ലിനകത്താണ് ഗോവിന്ദചാമി സൂക്ഷിച്ചു വെച്ചിരുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ജയിൽ ഉദ്യോഗസ്ഥർക്ക് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വലിയ വീഴ്ചയാണ്. സെല്ലുകളിൽ കൃത്യമായ പരിശോധനയും നിരീക്ഷണവും നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു അത്. മാത്രമല്ല, ഇയാൾക്ക് ഈ കട്ട് ചെയ്യാനുള്ള ഉപകരണം എവിടെ നിന്ന് ലഭിച്ചു, ഈ എക്സോ ബ്ലേഡ് എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. അതൊന്നും തന്നെ ജയിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അതാത് സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധിയായ വീഴ്ചകളുണ്ട്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക് ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ള കാരണം ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കുറവിനും അപ്പുറത്തേക്ക് ഇത്തരം കുറ്റവാളികൾക്ക് കൃത്യമായ പരിഗണനയും നിരീക്ഷണവും നൽകേണ്ടതായിരുന്നു. അതുണ്ടായിരുന്നില്ല. അത് വലിയ വീഴ്ചയാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്.